പിന്നെ എന്താണ് വണ്ടി എടുക്കാന്ന് പറഞ്ഞിട്ട് എന്താ ഈ കാര്യങ്ങൾ? വണ്ടി എടുക്കല്ലേ, നായ്ക്കൊരു പണിയുമില്ല, നടക്കാനൊട്ട് നേരമില്ലെന്ന് പറയുന്നത്. വൈകുന്നേരം കിടന്ന പണിയാ. പക്ഷെ ഇന്ന് പ്രയാണം 10 പൈസ മിച്ചു കൊടുക്കും. അതെ, ഞാനിപ്പോ തന്നെ കണ്ടല്ലോ വണ്ടി, എനിക്ക് വണ്ടി ഉണ്ടല്ലോ, അറിയാമല്ലോ. അത് ഞാനിപ്പോ നമ്മള് ഒരു വണ്ടി എടുക്കണമെങ്കിലേ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടെന്ന് പറഞ്ഞാൽ, ഇപ്പൊ ചേട്ടന് ഇപ്പൊ ഒരു 1000 രൂപ ശമ്പളം ഉണ്ടാവും. ഒരു ജോലി എത്ര ശമ്പളം ഉണ്ട്? ഇപ്പൊ 1200 ശമ്പളം മേടിക്കുന്നുണ്ട്. അപ്പൊ ചേട്ടൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാലേ, നമ്മള് ഇപ്പൊ ഈ 1200 രൂപ ശമ്പളം മേടിക്കുമ്പോൾ നമ്മൾ ഈ 1200 രൂപയെ നമ്മൾ ഒരു ദിവസം നമ്മൾ ചെലവാക്കാൻ നിൽക്കരുത്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, നമ്മൾ ഈ പൈസ നമ്മൾ കിട്ടുമ്പോൾ നമുക്കറിയാം എനിക്കൊരു ദിവസം 1200 രൂപയാണ് ശമ്പളം ഉള്ളത്. നമ്മൾ അതിലൊരു 900 രൂപ ചേട്ടൻ ചെലവാക്കിയോ? അല്ല, നടക്കും. അതിന്റെ കാരണം ഞങ്ങളൊക്കെ അങ്ങനെ ഇല്ലേ ചേട്ടാ വണ്ടി എടുത്തത് ആയിരിക്കാം. പക്ഷെ നമ്മൾ 10 രൂപ മിച്ചം പിടിക്കുമ്പോഴേ ഞാൻ പറയുന്നത്, ഞാൻ കറക്റ്റായിട്ട് പറയുന്നത് ഒന്ന് മനസ്സിലാക്കും. ഞാൻ പറയുന്നത് ഒന്ന് മനസ്സിലാക്കിയിട്ട് ഒന്ന് പ്രവർത്തിച്ചു നോക്കും. ഞാൻ പറയുന്നത് കേട്ടിട്ട് അങ്ങനെ ചെയ്യാവുന്നുണ്ടെങ്കിൽ ചേട്ടൻ ചെയ്തു നോക്കും. ഇപ്പൊ ഞാൻ പറയുക, പിന്നെ അതായത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, ചേട്ടൻ ഇപ്പം 1000 രൂപ 1200 ശമ്പളമുണ്ട്. ചേട്ടൻ എന്ത് ചെയ്യണം? 900 രൂപ ചെലവാക്കും. 900 രൂപ ചെലവായിക്കോ, പാലിനോ മുട്ടയ്ക്കോ പിന്നെ എന്താവശ്യം ഉണ്ടെങ്കിലും അരി മേടിക്കാനായോ കല്യാണത്തിന് പോകുന്നെങ്കിലും ഒരു 900 രൂപ ചെലവാക്കും. ചേട്ടൻ ഒരിക്കലും 1000 രൂപ കൊടുക്കേണ്ട ഭാഗത്ത് കൊണ്ടുവന്ന് 1200 കൊടുക്കരുത്. 1000 രൂപ കൊടുക്കേണ്ടത് 1000 രൂപ തന്നെ കൊടുക്കാവൂ. ചേട്ടനിപ്പോ 1200 രൂപ 1000 രൂപ കൊടുക്കേണ്ടടുത്ത് ചേട്ടൻ 1200 രൂപ കൊടുത്താലുള്ള പ്രശ്നമുണ്ടോ? ചേട്ടന്റെ കയ്യിൽ ഒന്നുമില്ല. ചിലര് ചെയ്യുന്നത് എന്താ പറയാമോ, ഈ 1200 രൂപ കൊടുക്കേണ്ടടുത്ത് ചിലർ വിചാരിക്കും, അയ്യോ 1200 വെച്ച് കൊടുക്കുമ്പോൾ അവരെന്തോ വിചാരിക്കും, ഒരു 1500 കൊടുത്താലോ എന്ന് ചിന്തിക്കും. അപ്പൊ അവരെന്ത് ചെയ്യും? ഈ പൈസ വേറൊരാടയിൽ നിന്ന് വാങ്ങിക്കും, ഒരാടയിൽ നിന്ന് മേടിക്കും. ഈ മേടിച്ച് കഴിയുമ്പോൾ അവര് 300 രൂപ കടക്കാരനായി. അപ്പൊ അവർക്ക് എത്ര രൂപയാണ് ശമ്പളം ഉള്ളത്? 1200 രൂപ ശമ്പളമേ ഉള്ളൂ. അവര് 300 രൂപ ഒരാടയിൽ നിന്ന് മറിച്ചിട്ടാണ് ഈ 1500ലേക്ക് അവര് വന്നത്. അപ്പൊ അവര് 300 രൂപ കടക്കാരനായില്ലയോ? നേരെ മറിച്ച് ഞാൻ ഈ പറഞ്ഞ ഐഡിയ ചെയ്താലേ, ചേട്ടന് ഈ 900 രൂപ ചെലവാക്കിയിട്ട് 300 രൂപ ഓരോ മാസം ചെലവാക്കാതെ നമ്മൾ സേവ് ചെയ്താലേ, ചേട്ടന് ഒരു തുക എടുത്ത് ഇപ്പം ഒരു 3000, 4000, 5000 രൂപ നമ്മളിപ്പം ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പം ഏത് ഷോറൂമിൽ ചെന്നാലും നമുക്ക് വണ്ടി കിട്ടും. നമ്മളൊരു 3000, 4000 രൂപ ഒരു 2 വീലറിന് നമ്മൾ അടച്ചാൽ മതി. ബാക്കി നമ്മൾ തവണയായിട്ട് അടയ്ക്കാൻ പറ്റത്തില്ലേ? ഈ 300 രൂപ 400 രൂപ വെച്ച് നമുക്ക് ഒരു മാസം മാറ്റി വെക്കാൻ പറ്റത്തില്ലേ? അല്ല, അത് നമുക്ക് ഞാൻ ചോദിക്കുന്നത് അതല്ല, നമ്മുടെ ചെലവ് നമുക്ക് ഒതുക്കി നമുക്ക് പൊക്കൂടായെന്ന് ഞാൻ ചോദിക്കുന്നത്. പറ്റത്തില്ലേ? ചേട്ടനിപ്പം ശ്രമിക്കാവുന്നല്ല, നല്ലൊരു ഐഡിയ ഇല്ലയോ പറഞ്ഞത്? അപ്പൊ ആ രീതിയിലൊന്ന് ശ്രമിച്ചു നോക്ക്. ചേട്ടന് താമസിക്കാതെ തന്നെ അടുത്ത ഈ 2026 ആവുമ്പോഴത്തേക്ക് ചേട്ടന് വണ്ടി എടുക്കാൻ പറ്റും. ഒന്ന് ശ്രമിച്ചു നോക്ക്. ഓക്കെ, എന്നാ പോട്ടെ, ഞാൻ ഇച്ചിരി തിരക്കാണ്.